ഹലോ, ഹാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ? സാധാരണ നമ്മൾ മധുരമുള്ള ഉണ്ണിയപ്പം അല്ലേ കഴിക്കാറ്. ഇത് എരിവുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ എങ്ങനെ എരിവുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ? അതിനായി ആദ്യം ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ മിക്സ് തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടി എടുക്കാം. ഇതിന് വറുക്കാത്ത അരിപ്പൊടിയാണ് നല്ലത്. ഇതിലേക്ക് 1/2 കപ്പ് സവോള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. എരിവിനാവശ്യമായ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇത് 4 പച്ചമുളക് ഉണ്ട്. ചെറുതായി അരിഞ്ഞെടുത്ത കറിവേപ്പില, മല്ലിയില, പുതിനയില എന്നിവ കൂടി ചേർക്കാം. ഇതെല്ലാം നല്ല ചെറുതായിട്ട് അരിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ബാറ്ററിന് വേണ്ടത്. ഇതൊന്ന് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. അതിനായി ഉണ്ണിയപ്പം തയ്യാറാക്കുന്ന പാത്രം ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഓരോ കുഴിയിലും നിറയെ ഓയിൽ ഒഴിക്കണം. ഓയിൽ ചൂടായതിനു ശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്ന് ഇതുപോലെ ഒരു ചെറിയ തവി ഉപയോഗിച്ച് കുറേശ്ശെ ഒഴിക്കാം. ബാറ്റർ ഒഴിക്കുമ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടിരിക്കണേ. ഒരു ഭാഗം മൊരിഞ്ഞതിന് ശേഷം ഇതൊന്ന് മറിച്ചിടാം. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ കോരിയെടുക്കാം. നമ്മുടെ ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറായിട്ടുണ്ട്. ഇതിന്റെ പുറഭാഗം ക്രിസ്പിയും ഉൾഭാഗം സോഫ്റ്റും ആയിരിക്കും. ഇതുപോലെ ഇരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമന്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.